തീർച്ചയായിട്ടും ഇത് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് പിന്നെ പണി നടന്നുകൊണ്ടിരുന്ന ഗാർഡറിന്റെ താഴെ കൂടെ വാഹന ഗതാഗതം അനുവദിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും അനുവദിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്കൊരു വാർത്തയും കണ്ടു, അനുവാദമില്ലാതാണ് വാഹനം ഓടിച്ചു പോയതെന്ന് കണ്ടു. ഇതിന്റെ നമുക്ക് സത്യാവസ്ഥ അറിയില്ല. എന്നൊരിൽ കൂടി പിന്നെ ഇതിന്റെ നിൽക്കുന്നവര് അവരുടെ ചുമതല നിറവേറ്റാൻ ബാധ്യസ്ഥരാണ്. നിൽക്കുന്നവർ ചുമതല നിറവേറ്റാൻ ബാധ്യസ്ഥരാണെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ആ നിർമ്മാണ കമ്പനിക്ക് ആ നിൽക്കുന്നവരെ ഉത്തരവാദിത്തപ്പെട്ടവരെ വേണം നിർത്താൻ എന്നുള്ളത് നമ്മൾ പുറകോട്ട് വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. അപ്പൊ അത് പാലിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത് നമ്മള് ഈ പണി നടക്കുമ്പോൾ സാധാരണ എല്ലാം രാത്രിയിലാണ് ചെയ്യാറുള്ളത്. കാരണം അപ്പോഴാണ് തിരക്ക് കുറവ്. പിന്നെ ആക്സിഡൻസിനുള്ള അഥവാ ഇതുപോലുള്ള പിന്നെ ജീവൻ നഷ്ടമാകുന്ന ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്ന അപ്പോഴാണ് അങ്ങനെയൊക്കെയുള്ള ആക്സിഡൻസ് വരുമ്പോൾ. അപ്പം രാത്രിയിൽ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. രാത്രിയിലാണ് പണി നടക്കേണ്ടത്. ഇപ്പൊ ഏറ്റവും ദ്രുതഗതിയിൽ പണി നടക്കേണ്ടത് രാത്രിയിൽ തന്നെയാണ് നടക്കേണ്ടത്. പക്ഷെ ഇതിനൊക്കെ ഇപ്പൊ നമ്മള് ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന അപകടങ്ങള് നമുക്ക് ശരിക്കും കേരളത്തിന് വളരെ നാണക്കേടാണ്. വളരെ നാണക്കേടാണ്. വളരെ നാണക്കേടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വളരെ നാണക്കേടാണ്. ഇങ്ങനൊന്നും ഒരിടത്തും സംഭവിക്കാറില്ല. ഇത് പിന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഉള്ള അലംഭാവം, അത് എന്തുകൊണ്ടോ നടപ്പാക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം, അത് കേരള ഗവൺമെന്റ് തീർച്ചയായിട്ടും NHAയുമായിട്ടിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട, ഇതിനൊരു പിന്നെ ഒരു തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതിപ്പം പിന്നെ ഈ ഒരു ഗേർഡർ ആക്സിഡൻസ് ഉണ്ടാവും. പക്ഷെ ഈ ഒരു ചെറുവൂർ പാതയുടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡൻസ് ഉണ്ടായിരുന്നു. ഇത്രയൊന്നും ആക്സിഡൻസ് വരാൻ പാടില്ല. അപ്പൊ ഇതിപ്പം ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാറ് ആണ് എന്ന് പറയുന്നു. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ 2-3 തവണ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കൽ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതാണ്. അത് പഠിച്ചിട്ടില്ല എന്നുള്ളത് ഇതിൽ നമുക്ക് വ്യക്തമാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങളോടുള്ള നമ്മുടെ അലംഭാവം തന്നെയാണ് ഇതിന് സംഭവം ഉണ്ടായതെന്ന് കരുതാൻ. ഈ പറഞ്ഞതുപോലെ ഈ വികസനമൊക്കെ നല്ലതാണ്, അത് ആവശ്യവുമാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു വലിയ അലംഭാവം, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു മുൻപും പല രീതിയിലുള്ള അപകടങ്ങൾ ഇതേ സ്ഥലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് മനുഷ്യജീവൻ പോകുന്ന തരത്തിലേക്ക് പോയില്ല എന്ന് മാത്രം. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ വളരെ പുലർച്ചെ 2 മണി എന്നൊക്കെ പറയുമ്പോൾ വാഹനങ്ങൾ അധികം ഇല്ലാത്തൊരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാകും ആ പ്രവർത്തനങ്ങളിലേക്ക് അവർ പോയത്. പക്ഷെ അപ്പോഴും നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു ആംബുലൻസ് എങ്കിലും ആ വഴി വരാൻ സാധ്യത ഉണ്ടായിരുന്നല്ലോ. ആ ഒരു മുൻകരുതലെങ്കിലും അവർക്ക് എടുക്കാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും. ഇതിനൊക്കെ ഈ ഓരോ സ്ഥലത്തും പണി ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഹോംവർക്ക് ചെയ്ത്, ഞാനിപ്പോ ഒരു തിയറി അല്ല പറയുന്നത്, ഞങ്ങളിവിടെ തിരുവനന്തപുരം നഗരത്തിനകത്ത് 42 കിലോമീറ്റർ ചെയ്ത കൂട്ടത്തിലാണ്. അത് മാത്രമല്ല ഞങ്ങളുടെ കമ്പനി 22 എക്സ്പ്രസ് വേസ് പിന്നെ ഇന്ത്യ ഒട്ടാകെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, നമ്മൾ ഇതിനൊരു നല്ലൊരു ഹോംവർക്ക് ചെയ്ത് അത് ഓരോ സ്ട്രെച്ചും ഓരോ 100 മീറ്ററും നമ്മൾ ചെയ്യുമ്പോൾ അവിടെ വരേണ്ട ക്രമീകരണങ്ങൾ മുഴുവൻ നേരത്തെ കണ്ട് ഫ്ലാഗ്മെൻ എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ ഒരിടത്തും ഫ്ലാഗ്മെന്നെ കാണാനില്ല. രാത്രിയിലൊക്കെ തീർച്ചയായിട്ടും ഫ്ലാഗ്മെന്നെ നിർത്തേണ്ടതാണ്. പകലും വേണം തീർച്ചയായിട്ടും. ഈ ഫ്ലാഗ്മെൻ എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ വരുമ്പോൾ ഈ സൈൻസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവരുടെ ഒരു കുറവായിട്ട് കാണുന്നില്ല. അത് സംഭവിക്കാവുന്നതായതുകൊണ്ട് അപകടം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫ്ലാഗ്മെന്നെ നിർത്തും. ഈ ഫ്ലാഗ്മെന്നെ നമ്മുടെ കോൺട്രാക്റ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഫ്ലാഗ്മെന്നെ നിർത്തി പിന്നെ ഗതാഗതം നിയന്ത്രിക്കണം എന്നുള്ളത്. സെക്യൂരിറ്റി സ്റ്റാഫിനെ നിർത്തണം. അവർ യൂണിഫോം ഇട്ട് പിന്നെ റിഫ്ലക്റ്റീവ് ജാക്കറ്റും ഇട്ട് നിർത്തണം. ഇതൊന്നും വഴിയിൽ കാണാനില്ല. ഈ നമ്മള് പോരുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും ചോദിച്ചാൽ ഒരാള് വേറൊരാളെ ചൂണ്ടിക്കാണിക്കും, വേറൊരാളെ ചൂണ്ടിക്കാണിക്കും. നമ്മളെ ഒരുമാതിരി കളിയാക്കുന്നത് പോലെയാണ് പലപ്പോഴും. അപ്പൊ ഇത് മൊത്തത്തിലുള്ള ഈ സംവിധാനം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് സംഭവിക്കുക, ഈ ഒരു പിന്നെ ഡൈല്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി നടക്കുന്നതെന്ന് തീർച്ചയായിട്ടും ഇത് പിന്നെ വിശകലനം ചെയ്യേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ്. ഒരാളുടെ മരണം തീർച്ചയായിട്ടും ഖേദകരമാണ്. ഇനി ഇത് വരാത്ത രീതിയിൽ അത് വിശകലനം ചെയ്ത് ഒരു പിന്നെ എന്താ പറയേണ്ട നമ്മളൊരു തീരുമാനത്തിൽ എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.